വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. കുത്തഴിഞ്ഞു വീണ് കിടക്കുന്ന നിഘണ്ടുവിലെ ചിതറിക്കിടക്കുന്ന വാക്കുകളിൽ നിന്ന് ഒരു വാക്ക് മാത്രം തിരഞ്ഞെടുക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതു വാക്കായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? അന്ത്യത്താഴവേളയിൽ ഈശോയുടെ ചങ്കിലേക്ക് ചാരിക്കിടന്ന് അവിടുത്തെ സ്നേഹത്തിൻ്റെ ചൂടനുഭവിച്ച ഈശോയുടെ അരുമശിഷ്യനായ യോഹന്നാനെ പോലെ നാം ഓരോരുത്തരും അപ്പോൾ വിവേകമുള്ളവരായിട്ട് മാറണം. സ്നേഹം, പ്രിയപ്പെട്ടവരെ, ആ വാക്ക് സ്നേഹം മാത്രമായിരിക്കണം. നമ്മൾ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ കൗതുകം നിറഞ്ഞ ഒരു നിരീക്ഷണം നമുക്ക് നടത്താൻ കഴിയും. ഈശോ ജനങ്ങളെ പഠിപ്പിക്കുമ്പോഴും പ്രബോധിപ്പിക്കുമ്പോഴും ജനങ്ങളോട് സംവദിക്കുമ്പോഴും ഉപമകൾ വഴിയാണ് അവിടുന്ന് സംസാരിക്കാറുള്ളത്. ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അവിടുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈശോ ഉപമകളൊന്നും പറയുന്നില്ല. അവൻ സ്നേഹിക്കുന്നത് പോലെയോ അവൾ സ്നേഹിക്കുന്നത് പോലെയോ നിങ്ങൾ സ്നേഹിക്കണമെന്നും ഈശോ പറഞ്ഞു വെക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷം വളരെ കൃത്യമായി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിനും സ്നേഹിക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനും ഈശോ മാത്രമാണ് നമ്മുടെ മാതൃക. കാരണം ഈശോയുടെ സ്നേഹം പൂർണ്ണമായിരുന്നു. കാരണം ഈശോ എല്ലാവരെയും സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹം വിട്ടുകൊടുക്കുന്ന സ്നേഹമായിരുന്നു. കാരണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു സ്നേഹമായിരുന്നു അവിടുത്തേത്. ഈശോയുടെ സ്നേഹം എളിമ നിറഞ്ഞ സ്നേഹമായിരുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങളോളം താഴുന്ന എളിമപ്പെടുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹവും ഈ സ്നേഹം പോലെ ആയിത്തീരേണ്ടതാണ്. ഈശോയുടെ സ്നേഹം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാനാകും? ബൈബിൾ വളരെ വ്യക്തമായും കൃത്യമായും അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ബൈബിൾ സഞ്ചരിക്കുമ്പോൾ ആ സ്നേഹവും എങ്ങനെയാണ് ഈശോയുടെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് ദർശിക്കാനാകും. 3 തലങ്ങളിലൂടെയുള്ള സ്നേഹത്തിൻ്റെ ഒരു യാത്രയാണത്. ആനുപാതികമായ സ്നേഹം, പ്രൊപ്പോർഷനേറ്റ് ലവ്. രണ്ടാമതായി പരസ്പരമുള്ള സ്നേഹം, മ്യൂച്വൽ ലവ്. മൂന്നാമതായി ഈശോയുടെ സ്നേഹത്തിലേക്ക് എത്തുകയാണ് ത്യാഗോജ്വലമായ വീരോചിതമായ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്. സ്നേഹത്തിൻ്റെ 1-ാം ഘട്ടം നമ്മോട് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ലവ്, ആനുപാതികമായ സ്നേഹത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. പഴയ നിയമത്തിലെ ആളുകൾ പരിശീലിച്ചിരുന്നത് ഈ ഒരു സ്നേഹത്തിൻ്റെ തത്വമായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ, എന്നോട് സൗഹൃദം കാണിക്കുന്നവരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രമേ ഞാൻ സ്നേഹിക്കാൻ കടപ്പെട്ടിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം വളരെ കൃത്യമായി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-ാം വചനം. ലാമക് തൻ്റെ ഭാര്യയോട് പറഞ്ഞു: ആദായെ, സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമക്കിൻ്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും. ആദിമാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും 8-ാം തലമുറയിൽപ്പെട്ട ലാമക്കിൻ്റെ വാക്കുകളാണിത്.
കാരണം ലാമക് സ്നേഹത്തെ മനസ്സിലാക്കി വെച്ചത് അപ്രകാരമായിരുന്നു. ഇനി സ്നേഹത്തിൻ്റെ രണ്ടാം ഘട്ടം, പരസ്പരമുള്ള സ്നേഹം, മ്യൂച്വൽ ലവ്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഞാൻ എന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, എന്നോട് എത്രമാത്രം ആത്മാർത്ഥതയാണോ ഞാൻ കാണിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരോടും ആയിരിക്കുക. മ്യൂച്വൽ ലവ്. എന്നാൽ സ്നേഹത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നാം വരുമ്പോൾ സാക്രിഫിഷ്യൽ ലവ്, ത്യാഗോജ്വലമായ സ്നേഹം. അത് ഈശോയാണ് നമ്മെ പഠിപ്പിക്കുക. ആദ്യത്തെ സ്നേഹത്തിൻ്റെ 2 ഘട്ടങ്ങളെ അതിലംഘിക്കുന്നതാണ് ഈശോയുടെ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഈശോ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? കാൽവരിയിൽ ബലിയായി മാറിക്കൊണ്ട്, തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്, എൻ്റെ സ്നേഹം നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ സ്നേഹിതന്മാരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നാം പരിശീലിക്കേണ്ടത് ത്യാഗോജ്വലമായ, സ്വയം വിട്ടുകൊടുക്കുന്ന, ജീവൻ തന്നെ സമർപ്പിക്കുന്ന ഈശോയുടെ ഈ ത്യാഗോജ്വലമായ സ്നേഹം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ, മനുഷ്യരുടെ ഉണ്ടായ കാലം മുതൽ, മനുഷ്യരുടെ ഇടയിൽ സൗഹൃദം ഉടലെടുത്തത് മുതൽ സ്നേഹവും ഇവിടെ തന്നെയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന് ഒരു അളവുകോൽ സമ്മാനിച്ചത് ഈശോ മാത്രമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ആ സ്നേഹത്തിലേക്ക് നമുക്ക് വളരാം. പ്രശസ്തമായ ആ ഗാനത്തിലെ ഈരടികൾ പോലെ അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത ഈശോയുടെ ത്യാഗോജ്വലമായ സാക്രിഫിഷ്യൽ ലവിലേക്ക് നമുക്ക് വളരാം.